അപ്പോൾ അമ്മയ്ക്ക് 2019 ഞാൻ വീട്ടിൽ അമ്മയെ കാണാൻ പോകുമ്പോഴാണ് ഈ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. പിന്നെ അതുപോലെ പാർഷ്യലി സൈറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അമ്മ ഇങ്ങോട്ട് വരത്തില്ല, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എപ്പോഴും നിൽക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഹോം നേഴ്സിനെ ആക്കി. ഫുൾ ടൈം ഹോം നേഴ്സാണ് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കോവിഡ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആരെയും വീടുകളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ അമ്മ ഐസൊലേറ്റഡ് ആയി പോയേനെ. അതുപോലെ എനിക്ക് അങ്ങനെ റിലേറ്റീവ്സ് ആരും തന്നെ ഇല്ല. ഇങ്ങനെ നല്ലൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ 2023 ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോയി. അതായത് ഞാൻ അൺഅനൗൺസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അൺഅനൗൺസ്ഡ് ആയിട്ട് ചെല്ലുമ്പോഴും ഈ ഹോം നേഴ്സിന്റെ വീട്ടിലുള്ള 2 ആൾക്കാർ ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയാണ്. ഒരു ബെഡ്റൂമിൽ അവരുണ്ട്. അപ്പോൾ ഹോം നേഴ്സിനൊന്നും വീട്ടിൽ നിന്ന് അവരെ റിലേറ്റീവ്സിനൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ വീടിന്റെ കണ്ടീഷൻ വളരെ വൃത്തികേടായിരുന്നു. വീട് ഭയങ്കരമായിട്ട് ചപ്പും ചവറും അങ്ങനെ മോശമായി. അമ്മയ്ക്ക് യാതൊരു സ്റ്റിമുലേഷനും ഇല്ല. അമ്മ TV-യുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് വല്ലാതെ വിഷമമായി. അപ്പം ഞാനത് മാറ്റിയിട്ട് ഞാൻ വേറൊരാളിനെ ആക്കി, വേറൊരു കെയറിനെ ആക്കി. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 ആഴ്ച ജാനുവരി പോയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് മാർച്ച് 1 മാസം വേറെ ആളെ നിർത്തി. പക്ഷേ ആ ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഒരു ബോയ് ഫ്രണ്ടിനെ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ രാത്രി വീടിനകത്ത് കയറ്റി. അപ്പോൾ ആ മനുഷ്യൻ വളരെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് അയാളെ പിന്നെ ഒത്തിരി പേര് വന്ന് ഒക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുവേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ പിന്നെ എൻ്റെ ഒരു ബാച്ച്മേറ്റിനെ അറിയിച്ചു. അവർ പോയി നോക്കി അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായി ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കിടന്ന് എന്ത് ചെയ്യുന്ന സ്ട്രെസ് ചെയ്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ പിന്നെ നീ പോയി വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എമർജൻസി ലീവ് എടുത്തു, വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ 1-2 ബാച്ച്മേറ്റ്സൊക്കെ ഹെൽപ്പ് ചെയ്തു അമ്മയ്ക്ക്. അപ്പോൾ ഇനി ഇങ്ങനെ ഹോം നേഴ്സിനെ നിർത്തുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് വേണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ വീട് മോശമായിട്ടിതും, അതുപോലെ അമ്മയെ നല്ലതായിട്ട് നോക്കുമെന്ന് പറയാനൊക്കില്ല. അതുപോലെ മണിയൊക്കെ അവർ എടുക്കുകയും ചെയ്യും. അങ്ങനെ ആയപ്പോൾ ഞാൻ ഒരു നഴ്സിംഗ് ഹോംസ് എന്നൊക്കെ പറയുന്ന ഏർലി സ്റ്റേജസ് ആണ് കേരളത്തിൽ. എന്നാലും ഉണ്ട്. അമേരിക്കയിലുള്ള ഒരു ഫാമിലി ഒരു നഴ്സിംഗ് ഹോം നടത്തുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. ഏകദേശം 4-5 നഴ്സിംഗ് ഹോംസ് ഞാൻ പോയി നോക്കി ട്രിവാൻഡ്രത്ത്. നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോം, എല്ലാം പെയ്ഡ് ഹോമാണ്. മിക്കവാറും എല്ലാവരുടെയും തന്നെ മക്കള് അമേരിക്കയിലോ ദുബായിലോ അങ്ങനെയൊക്കെ ഉള്ള മക്കളുള്ള പേരൻസിൻ്റെയാണ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ആണ്, നല്ല കെയർ കിട്ടുന്നതാണ്. അപ്പം ഞാനത് നോക്കി അമ്മയെ അവിടെ കൊണ്ടാക്കി. അമ്മ അത് ഇപ്പോൾ വളരെ വെൽ അഡ്ജസ്റ്റഡ് ആണ്. അമ്മ ഇപ്പോൾ എന്താണ് പണ്ടിരുന്ന പോലെയല്ല, വളരെ ആക്റ്റീവാണ്. അവിടെ എക്സർസൈസ് ഉണ്ട്, എന്താണ് സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡ് മെനു അനുസരിച്ചുണ്ട്, എല്ലാം കൊണ്ടും നൈസ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നാട്ടിലുള്ള പല ആൾക്കാരുടെ ഈ പറയുന്ന പലരും പറയും അത് നഴ്സിംഗ് ഹോമിലാക്കിയിരിക്കുകയല്ലേ. ആ ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു നാടാണ്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരധികം ബാക്ക്ലാഷ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനറി പീപ്പിൾ ഇൻ ദ ഏരിയ, അതായത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അത്രയൊന്നും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാര്. ഇപ്പൊ ഞാനിപ്പോഴാണ് മനസ്സിലാക്കി അവിടെ ഈ പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ അവര് മെസ്സേജ് ഒക്കെ ഇട്ടെന്ന്, അതായത് ഇവരെ ഈ അമ്മയെ കൊണ്ട് കളഞ്ഞു, മക്കളല്ലേ പേരൻസിനെ നോക്കേണ്ടത്, അവരെ ഉത്തരവാദിത്തമാണ്, അവരത് ചെയ്തിരിക്കണം എന്നൊക്കെ. അപ്പൊ അതിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്ക് അവയർനെസ് ഇല്ല. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ അമ്മയെ വീട്ടിൽ വെറുതെ ഇട്ടിരിക്കുകയല്ല, ഒരു അമ്മയെ കുറച്ച് മെന്റൽ സ്റ്റിമുലേഷൻ ഒക്കെ കിട്ടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോമിലാക്കിയിരിക്കുകയാണ്. സാധാരണ ഒരു വീട്ടിൽ ഏകാന്തമായിട്ട് നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഞാൻ പലപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. 10 പേരുമായിട്ട് നിൽക്കുന്നതാണ് ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന സംഭവമാണ്. അതേപോലെ സിമിലർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ടീച്ചേഴ്സ്, ബാങ്ക് മാനേജേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്താ പറഞ്ഞാലും ഇപ്പൊ എൻ്റെ അമ്മയെ എനിക്കെപ്പോഴും ഞാൻ ഓരോ നിമിഷവും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം, എനിക്ക് അത്രോളം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരുന്നു ബെസ്റ്റ്. പക്ഷെ അത് അമ്മയ്ക്കും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും അമ്മയ്ക്കും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഫാമിലി യങ് ഫാമിലിയാണ്. അപ്പം അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് സൈഡ് ഉണ്ട് ഇതിന്, ആ ഒരു പോയിന്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ
ഇപ്പം 90s ആളാണ്. അപ്പോൾ അവരുടെ 40s ഞാൻ കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 40s എൻ്റെ കുട്ടി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അത് സാധാരണ ഈ ഒരു സിറ്റുവേഷനിൽ 80s അമ്മമാരുടെ മക്കൾ 60s കാരണം 20s കല്യാണം കഴിക്കുമ്പോൾ മക്കളുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡെമോഗ്രാഫിക് വ്യത്യാസമായിരുന്നു എൻ്റെ സാഹചര്യത്തിൽ. അമ്മയ്ക്ക് പ്രായമായതിനു ശേഷമുള്ള കുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഏജ് ആയതിനു ശേഷമുള്ള കുട്ടിയാണ് എൻ്റെ കുട്ടി. അങ്ങനെ വന്നപ്പോൾ അമ്മയുടെ 90s എൻ്റെ ഫാമിലി യങ് ആണ്. കുറച്ചുകൂടെ ഓൾഡർ ചിൽഡ്രൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പാർട്ട് ടൈം എടുക്കുകയോ റിട്ടയർമെന്റ് പാർട്ട് ടൈം അങ്ങനെ ചെയ്യാൻ പറ്റും. എപ്പോഴും മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവേ അവരുടെ കാലഘട്ടത്തിൽ അവർ വളരെ കൃത്യമായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന മക്കളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു അൾട്ടിമേറ്റ്ലി സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ല സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടെ വരുന്നതിനേക്കാളും നല്ലതായിരിക്കാം അവർക്ക് അവിടെ നിന്ന് നിൽക്കുന്നത് അല്ലേ. അവര് ഒരിക്കലും അവർക്കൊരിക്കലും ഇവിടെ വരാൻ ഇഷ്ടമില്ല, വരാൻ ആഗ്രഹമുള്ള ആളല്ല. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യം ഏജ് പ്രൊഫൈൽ ആ ഒരു ഇത് കൊണ്ട് പിന്നീട് എന്താണ് എന്ന് വെച്ചാൽ ഇപ്പം UK ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടന്റ് അവരുടെ ഫാദറിനെ പാകിസ്ഥാനിൽ നിന്ന് 2 ആഴ്ചക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഒരു 3 മാസത്തേക്കാണ് വന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ അവർക്കൊന്നും ഇല്ല. പലപ്പോഴും ഇവിടെ പല വീഡിയോസ് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്ന പേരൻസിന് സത്യം പറഞ്ഞ ക്ലൈമറ്റ് പിടിക്കില്ല. ഒന്ന്, കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിലെ ക്ലൈമറ്റോട് ഭയങ്കര ഡിഫറൻസ് ആണ്. 2, ഇവർക്ക് ഈ പറയുന്ന പോലെ നാട്ടിൽ സാധാരണ ഫ്രീ ആയിട്ടുള്ള സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടന്നത് ഈ പറയുന്ന വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഡ്രസ്സുകൾ ഇതൊക്കെ വാരി കെട്ടിപ്പോൾ നടക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടില്ല. 3, ഭാഷ. അപ്പൊ ഇവരുടെ സോഷ്യൽ സ്റ്റിമുലേഷൻ അവിടെ ഇല്ലാതായി, പേഴ്സണൽ പല കാര്യങ്ങളും ഇല്ലാതായി. തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ ഓരോ ഇതാണ് അല്ലേ. അതെ.